ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലറ്റിക്സിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ പാണ്ടാസ് ലൈബ്രറിയിലാണ്, പൈത്തൻ്റെ പാണ്ടാസ് ലൈബ്രറിയിലാണ് ഉണ്ടായിരുന്നത്. ഡാറ്റ അനാലിസിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇതും പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ആദ്യം നമ്മൾ ഓൾറെഡി ഇപ്പോൾ 2 ലൈബ്രറി പഠിച്ചു കഴിഞ്ഞു ഡാറ്റ അനാലിസിന് പൈത്തന് വേണ്ടിയിട്ട്. ഒന്ന് നമ്പയാണ്. അപ്പോൾ നമ്പ ഇമ്പോർട്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അത് ഞാനിവിടെ അത് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് numpy as np and also രണ്ടാമത്തെ ലൈബ്രറി import pandas as pd. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ട് ചെയ്ത് റൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡാറ്റ അനാലിസിൽ ഓരോ ലൈബ്രറി പഠിക്കുമ്പോൾ പിന്നെ തുടർന്നുള്ള വീഡിയോയിലെല്ലാം ആ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ടാണ് കാരണം നമ്മൾ ചെയ്യല്. അതെന്തിനാന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ആ ഫംഗ്ഷനുകളൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും ഇമ്പോർട്ട് ചെയ്ത് ഇനി നമുക്ക് ഒരു ഡാറ്റ സെറ്റ് ഇതിലേക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, ഓൾറെഡി നമ്മളെ ഡാറ്റ സെറ്റ് ഇവിടെ ഉണ്ട്. അത് ഞാൻ ഒന്നുകൂടി അതിൻ്റെ ആ ഡാറ്റ സെറ്റ് ഇവിടേക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാറ്റ സെറ്റിൻ്റെ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് df ആയിട്ട് കൺവേർട്ട് ചെയ്യാം. df pd dot read csv ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫയൽ നെയിം കൂടെ കൊടുക്കണം. vacancy dot csv. such a file. Okay, mc. Okay, mc ആണല്ലേ, mc can vacancy dot csv. Okay, mc ഇത് സ്പെല്ലിങ് നമ്മളെ ഈ ഇവിടെ നോക്കിയാൽ മതി. ഇതിന്റെ സ്പെല്ലിങ് തെറ്റിപ്പോയാൽ അത് കിട്ടില്ല. ഓക്കെ, mcklsey. ഓക്കെ, csv അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഡാറ്റ നമുക്ക് നോക്കണമെങ്കിൽ df ഡോട്ട് ഹെഡ് അടിച്ചാൽ മതി. ഓക്കെ, ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ 5 കിട്ടും. 0 മുതൽ 5. ഇതാണ് നമ്മളെ ഡാറ്റ. പക്ഷെ ഇന്ന് ഞാനിവിടെ ഇത് നമ്മൾ ഓൾറെഡി PVC ഇത് നമ്മുടെ ലോഡ് ചെയ്ത് വെച്ചാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ വേറെ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിക്കാത്ത പുതിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഒരു സാധാ ഒരു പുതിയൊരു ഡാറ്റ ഫ്രെയിം ഞാൻ ക്രിയേറ്റ് ചെയ്യാം. users is equal to pd dot data frame. യൂസർ ഡിക്ഷണറി ടൈപ്പിലാണ് നമ്മൾ യൂസർ id ഇതാക്കുന്നത്. യൂസർ id ഡിക്ഷണറി ടൈപ്പിൽ ഇതേപോലെ തന്നെ എഴുതണേ. പിന്നെ ഡിക്ഷണറി ലിസ്റ്റ് ടൈപ്പിൽ നമ്മൾ എന്താക്കി ലിസ്റ്റിൻ്റെ ഉള്ളിൽ 1 2 3
നെയിം കൊടുത്തിട്ട് നെയിമിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നെയിം കൊടുക്കുക. ഓക്കെ, ഉദാഹരണത്തിന് കിഷോർ ശിവ മനു 3 പേര് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് റൺ ചെയ്യാം. ഒരു കോമ ഫോർഗോട്ട്, ഇൻവാലിഡ് സിന്റാക്സ്, പെർഹാപ്സ് യു ഫോർഗോട്ട് എ കോമ. ഓക്കെ, ഇവിടെ ഒരു കോമ കൊടുത്തിട്ടില്ല. ദെൻ ഓക്കെ, ഇതിനെന്താക്കണം, കിഷോർ എന്നുള്ളത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ശരിയാണ്. അപ്പോൾ ഡിക്ഷണറി ടൈപ്പിൽ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റായി. ഇനി നമ്മൾ യൂസേഴ്സ്, ഈ യൂസർ എന്നുള്ള ഡാറ്റ ഒരു pd.data ഫ്രെയിമിൻ്റെ പാണ്ടാസിൻ്റെ ഡാറ്റ ഫ്രെയിമിലാണ് ഉള്ളത്. അതല്ലേ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അടിച്ച് യൂസേഴ്സ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ യൂസർ ഐ ഡി ഉണ്ട്, 1 2 3 യൂസർ ഐ ഡി, നെയിം കിഷോർ ശിവ മനു, 3 ആൾ കിട്ടി. ഓക്കെ, ഇനി ഇവർ 3 ആൾ തമ്മിലുള്ള മെസ്സേജസ് നമ്മൾ വേറൊരു ഇതേപോലെ ഒരു pd.data ഫ്രെയിമിൻ്റെ അണ്ടറിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഓക്കെ, ആ മെസ്സേജ് ഞാൻ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പി ചെയ്യാം. ഓക്കെ, അത് കോപ്പി ചെയ്ത് അപ്പോൾ ആ മെസ്സേജ് വന്നതിന് ശേഷം ഈ മെസ്സേജ് നമുക്ക് റൺ ചെയ്ത് വെക്കാം. മെസ്സേജസ് ഇതേപോലെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ മെസ്സേജ് വന്നതിന് യൂസർ ഐ ഡി 1 അത് യൂസർ ഐ ഡി ഇതാണ് 1 1 2 3. ഓക്കെ, അതുപോലെ മെസ്സേജ് ഹാം അച്ചാർ ടീക്ക് ഹേ നൈസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ മെസ്സേജസ് ഉണ്ടാക്കി. ഇനി ഒരു പുതിയ ഒരു യൂസർ വരിക, ഒരു ന്യൂ യൂസർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡാറ്റ നമ്മൾ pd.data ഫ്രെയിമിലെ എൻ്റെ അണ്ടറിൽ എന്താക്കുന്നത്, ഡാറ്റ ഫ്രെയിമിൻ്റെ അണ്ടറിലേക്ക് അത് സേവ് ചെയ്ത് വെക്കുന്നു. ആദ്യം ഡിക്ഷണറി ആയതുകൊണ്ട് ബ്രാക്കറ്റ്, സാധാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാറ്റകൾ കൊടുക്കണം. ഇപ്പോൾ പുതിയ യൂസർ എന്നുള്ളത് ആരാണ്, ഇയാൾക്ക് യൂസർ ഐ ഡി ഉണ്ടാവുമല്ലോ, യൂസർ ഐ ഡി 4. ഓക്കെ, ഇത് 4 ആണ്. ഇയാളെ നെയിം എന്താണ്, നെയിം KC വാല്യൂ, KC അണ്ടർസ്കോർ ആണെന്നില്ല, KC വാല്യൂ. നമ്മുടെ കോമഡത്തില് ഓക്കെ, KC വാല്യൂ. അപ്പോൾ ഇതായി. ഇനിയിപ്പോൾ നമുക്ക് ന്യൂ യൂസറിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ന്യൂ യൂസർ ഇത് റൺ ചെയ്താൽ നമുക്ക് ഡാറ്റ കാണാം. ഓക്കെ, യൂസർ ഐ ഡി 4 ആണ്, നെയിം KC വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ യൂസർ ഐ ഡി ഉണ്ടല്ലോ, ഈ യൂസർ ഐ ഡി ഉണ്ടല്ലേ, ഈ യൂസർ ഐ ഡിയിലേക്ക് 3 എണ്ണേ ഉള്ളൂ, 1 2 3. അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ യൂസർ ഐ ഡി ആണെങ്കിലോ, ഇതിലൊരു ന്യൂ യൂസർ ഐ ഡി കൂടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഇന്നലെ ക്ലാസ്സിൽ പഠിച്ച പോലെ ഇതിനെ ഞാൻ ഈ ഒരു ന്യൂ യൂസർ ഐ ഡിനെ ഞാൻ എന്താക്കുന്നത്, മുകളിലത്തെ യൂസർ ഐ ഡിയിലേക്ക് ഞാൻ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
അപ്പോൾ ആദ്യം ഞാൻ pd.concat pd എന്ന് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ pd എന്നുള്ള പാണ്ടാസിൻ്റെ നമ്മളിവിടെ ഇമ്പോർട്ട് പാണ്ടാസ് pd നേടിയില്ലേ അതാണ് pd. അപ്പോൾ ആ ലൈബ്രറിയിലെ കോൺകാറ്റനേറ്റ് ഫംഗ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് pd. ചെയ്തത് pd.concatenate ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദെൻ ഏതൊക്കെ നമ്മൾ ഇതാക്കുന്നത് അത് ഏതൊക്കെ കോളങ്ങൾ തമ്മിലാണ് ഏതൊക്കെ ടേബിൾ തമ്മിലാണ് നമ്മൾ കോൺകാറ്റനേറ്റ് ചെയ്യുന്നത് ആ ടേബിൾ നെയിം എഴുതി കൊടുക്കുക. ഒന്നാമത്തത് യൂസേഴ്സ് ന്യൂ യൂസേഴ്സ് ഓക്കെ. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. വേണ്ട. അപ്പം എന്തായി, ഇതിൽ ഈ 3 ശേഷം 4-മത്തത് നമുക്ക് എന്തായി കോൺകാറ്റനേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയില്ലേ. ഇനി ഇപ്പൊ ഇങ്ങനെയാണ് കോൺകാറ്റനേറ്റ്. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് എന്താക്കണം, നമുക്ക് ഈ ഇതിന്റെ മെസ്സേജസിനെ നമുക്ക് അതിന്റെ റൈറ്റ് സൈഡിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇതാണ് മെസ്സേജസ്. ഈ മെസ്സേജസിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്തിട്ട് ഓരോ യൂസറിന്റെ റൈറ്റ് സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇതിനെ കോൺകാറ്റനേറ്റ് ചെയ്യാം. യൂസേഴ്സിനും മെസ്സേജസിനെ കോൺകാറ്റനേറ്റ് നമ്മൾ ചെയ്ത് നോക്കാം. pd.concatenate ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സാധാ ബ്രാക്കറ്റ് യൂസേഴ്സ് ദെൻ മെസ്സേജസ് നമുക്ക് കോൺകാറ്റനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെ വന്നത്, യൂസർ ഐ ഡി ഇവിടെ വന്നിട്ടുണ്ട്. യൂസർ ഐ ഡി 123. ഓക്കെ, 123 അതിൻ്റെ നെയിമും അതേപോലെ കറസ്പോണ്ടിങ് നെയിമും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ മെസ്സേജ് ഇല്ലാത്തതുകൊണ്ട് ഞാണ് കൊടുത്തു. എന്നിട്ട് സെക്കൻഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ യൂസർ ഐ ഡി ഇത് മെസ്സേജസ്. അതിൽ യൂസർ ഐ ഡി 1134 പിന്നെ കറസ്പോണ്ടിങ് മെസ്സേജസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കോൺകാറ്റനേറ്റ് ചെയ്യുമ്പോൾ 123 അതേപോലെ വന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് നെയിമും വന്ന് ദെൻ മെസ്സേജസ് അതെല്ലാം ഞാൻ എന്ന് പറഞ്ഞാൽ എംടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പൈത്തണിൽ കൊടുക്കുന്നതാണ് ഞാൻ. ഓക്കെ, ദെൻ 1134 അതിൻ്റെ നെയിം എല്ലാം ഞാനാണ്. കറസ്പോണ്ടിങ് മെസ്സേജസ് ഇവിടെ വന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ പക്ഷേ ഇത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊരു എന്താ പറയല്, ഇങ്ങനെ ഞാനും ഇവിടെ ഞാനൊക്കെ വരുന്നോണ്ട് ഇതൊരു കറക്റ്റ് ഒരു നല്ലൊരു രൂപമല്ല. പക്ഷെ നമുക്ക് ഇതില് ഇവിടെ നോക്കി നിങ്ങൾ ഇവിടെ യൂസർ ഐ ഡി 1 ഉണ്ട്, ഇവിടെ യൂസർ ഐ ഡി 1 ഉണ്ട്, പിന്നെ 3 ഇവിടെ ഉണ്ട്, 4 ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇതിന് 1 ഇവിടെ ഓൾറെഡി യൂസർ ഐ ഡി ഉള്ളതിന് കറസ്പോണ്ടിങ് ഇവിടെ അതിന്റെ മെസ്സേജ് വരികയാണെങ്കിൽ അത് കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും.
അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷന് ഈ പാണ്ടസിലുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മെർജിങ് എന്നുള്ള ഒരു പരിപാടിയുണ്ട്. മെർജ് അത് നമുക്ക് നോക്കാം. അതിൻ്റെ ആദ്യം ഏതാണോ മെർജ് ചെയ്യേണ്ടത് ആ സാധനം ആ ടേബിൾ ചെയ്ത എന്നിട്ട് ഒരു ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടിട്ട് മെർജ് എന്ന് കൊടുക്കുക. മെർജ് ദെൻ സാധാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പാരന്തസിസ് ടൈപ്പ് ബ്രാക്കറ്റ്. ഓക്കെ, ദെൻ നമ്മൾ എന്താണോ മെസ്സേജ് ചെയ്യേണ്ടത്, അല്ല എന്താണ് മെർജ് ചെയ്യേണ്ടത് ആ കോളൻ നെയിം ഇവിടെ എഴുതാം. എനിക്കിവിടെ വേണ്ടത് മെസ്സേജസ്. ഓക്കെ, കോമ ഓൺ എന്താണ് മെർജ് ചെയ്യേണ്ടത് ആ സാധനം ഇവിടെ എഴുതി. ഓക്കെ, ഇനി ഏത് ഈ കറസ്പോണ്ടിങ് യൂസർ ഐ ഡി രണ്ടിലും സെയിം ഉള്ളത് ആണല്ലോ മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓണ് അത് എന്താണോ അത് യൂസർ ഐ ഡി ഇവിടെ കൊടുക്കുക. യൂസർ ഐ ഡി ഈ ഓണിൻ്റെ ഇത് നമ്മൾ SQL BigQuery നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണ് മെർജിങ് പരിപാടിയൊക്കെ ഓക്കെ ഓണിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ മെർജ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് റൺ ചെയ്തു മെർജ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ യൂസർ ഐ ഡി 1 വന്നു, അതിൻ്റെ കിഷോർ കിട്ടി. പക്ഷേ ഇവിടെ യൂസർ ഐ ഡി മെസ്സേജസിൽ ഇവിടെ മെസ്സേജസിൽ 1-ന് കറസ്പോണ്ടിങ് ഇവിടെ മെസ്സേജസ് അച്ഛ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കിഷോറിന് കറസ്പോണ്ടിങ്ങിൽ കൊടുത്ത്, അതേപോലെ തന്നെ യൂസർ ഐ ഡി സെയിം രണ്ടിലും യൂസർ ഐ ഡി 1 വന്നിട്ടുണ്ട്, കിഷോർ അച്ഛ കൊടുത്തു. ദെൻ 3 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, യൂസർ ഐ ഡി 3 മനുവാണ്. പക്ഷെ ഇവിടെ മെസ്സേജസിലും യൂസർ ഐ ഡി 3 TK. അപ്പോൾ മെസ്സേജ് യൂസർ ഐ ഡി കറസ്പോണ്ടിങ് ഉള്ളതിൽ TK എന്ന് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കണം. ഇനി നമ്മൾ ജോയിൻസ് നമ്മളെ BigQueryയിൽ പഠിച്ചിരുന്നു. ജോയിൻസ് അത് നമുക്ക് ജോയിൻസും ഇതേപോലെ ചെയ്യാം. എന്നാൽ അതും പൈത്തണിൽ ചെയ്യാം. അതെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ സെയിം സംഭവം തന്നെ. ആദ്യം ഏതാണോ ജോയിൻ ചെയ്യേണ്ടത് ആ കോളം അല്ല ആ ടേബിൾ ചെയ്താൽ ഡോട്ട് മെർജ് കൊടുക്കുക. മെർജ് എന്നിട്ട് എന്താണോ മെർജ് ചെയ്യേണ്ടത് ആ മെർജ് ചെയ്യേണ്ട കോളൻ നെയിം കൊടുക്കുക. ഞാനിവിടെ മെസ്സേജസ് തന്നെ കൊടുക്കണം. മെസ്സേജസ് ദെൻ കോമ കീ. ജോയിൻസിൽ നമ്മൾ കീ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് കീ ആണോ അത് കൊടുക്കുക. ഓൺ ഇവിടെ യൂസർ ഐ ഡിയിൽ കൊടുക്കുന്നത് യൂസർ _ID. ദെൻ ഹൗ എന്നുള്ളിടത്താണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് കൊടുക്കുക, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഔട്ടർ ആണെങ്കിൽ ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഔട്ടർ ജോയിൻ അഥവാ ഇന്നർ ജോയിൻ ഉണ്ട്. പിന്നെ ഈ ഔട്ടർ ജോയിൻ ഇന്നർ ആണെങ്കിൽ ഇന്നർ കൊടുക്കുക. ഓക്കെ, ഡിഫോൾട്ട് എന്ത് കൊടുക്കാമെന്നാൽ ഇന്നർ ജോയിൻ ആയിരിക്കും. ഓക്കെ, ഔട്ടർ ജോയിൻ ആണെങ്കിൽ ഔട്ടർ ജോയിൻ കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഹൗ എന്നുള്ളതോട് കൊടുത്തിട്ട് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ റൈറ്റ് കൊടുക്കുന്നു. റൈറ്റ് വെച്ചിട്ട് ഓക്കെ, then നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ റൈറ്റ് ടേബിളിൽ ലെഫ്റ്റ് ടേബിളല്ല റൈറ്റ് ടേബിൾ കൊടുത്ത മെസ്സേജസ് യൂസർ ഹൗ ഔട്ടർ അല്ല ഹൗ റൈറ്റ് കൊടുത്ത റൈറ്റ് ടേബിൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്താക്കി കിട്ടി, നമുക്ക് അത് ജോയിൻ ചെയ്ത് കിട്ടി. റൈറ്റ് ടേബിൾ നമ്മൾ എന്താണോ കൊടുത്തത് അത് ഫുള്ള് ആ ടേബിൾ മൊത്തം വരും. ഇപ്പോൾ റൈറ്റ് ടേബിൾ ഇപ്പോൾ ഇവിടെ യൂസേഴ്സും പിന്നെ
മെസ്സേജസും ഉണ്ടാവും അല്ലേ? യൂസേഴ്സും മെസ്സേജസും. അതെ, യൂസർ 1 2 3 4 മെസ്സേജസും 1 1 1 3 4. അപ്പോൾ ഈ 2 ടേബിൾ തമ്മിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലെഫ്റ്റ് ഇതിപ്പോൾ നമ്മൾ കൊടുത്തത് ലെഫ്റ്റ് ജോയിൻ അല്ലേ കൊടുത്തത് അവിടെ, ലെഫ്റ്റ് ജോയിൻ. അപ്പോൾ ലെഫ്റ്റ് ജോയിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് യൂസേഴ്സ് എന്നുള്ള ഇത് റൈറ്റ് ജോയിൻ കൊടുത്ത്. അപ്പോൾ യൂസേഴ്സ് എന്നുള്ളത് എന്താണ്, ഇവിടെ യൂസേഴ്സ് എന്നുള്ളത് എന്താക്കി ട്രീറ്റ് ചെയ്യും, ലെഫ്റ്റ് ടേബിളായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ലെഫ്റ്റ്. മെസ്സേജസ് എന്നുള്ളത് റൈറ്റ് ടേബിളായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് ജോയിൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ജോയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ടേബിളിലെ എല്ലാ കോളംസും വരും, അതിന് പുറമെ കോമൺ ആയ കോളംസ് ലെഫ്റ്റ് ടേബിളിലും വരും. അപ്പോൾ റൈറ്റ് ടേബിളിൽ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, മെസ്സേജസ് ആണ് ലെഫ്റ്റ് ടേബിൾ. അപ്പോൾ യൂസ് 1 1 3 4 വേണം. ഓക്കെ. അപ്പോൾ 1 അവിടെ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൈറ്റ്. ഓക്കെ. 1 1 3 വന്ന്. ഇനി കോമൺ ആയിട്ട് ഉള്ളത് ഏതാണ്? അല്ല, 1 1 3 4 വന്ന് 1 1 4 3 4 വന്ന്. കോമൺ ആയിട്ടുള്ളതിൽ ഇതിൽ യൂസേഴ്സിൽ 1 2 3 ഉണ്ട്. അപ്പോൾ 2 മാത്രം കോമൺ, 1 3 കോമൺ ആണ്, 2 ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഇതിൽ 1 1 ഉണ്ട്, 3 ഇത് റൈറ്റ് ടേബിൾ ആണ്. ഓക്കെ. അപ്പോൾ റൈറ്റ് ടേബിൾ മൊത്തം വന്ന് 1 1 3 4. ഓക്കെ. 1 1 3 4. അതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്താ വന്നത്? മെസ്സേജസിൽ 2 ഇല്ല, 2 ഒഴിവായിട്ടുള്ള വന്ന്. ഓക്കെ. അപ്പം അങ്ങനെയാണ് ലെഫ്റ്റ് ടേബിൾ. ഇനി ഇതേപോലെ റൈറ്റ് ടേബിളും ചെയ്യാൻ പറ്റും. റൈറ്റ് ടേബിൾ ആണെങ്കിൽ ലെഫ്റ്റ് ടേബിൾ ചെയ്യാം. ലെഫ്റ്റ് ടേബിൾ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, റൈറ്റിന് പകരം ലെഫ്റ്റിന് കൊടുത്താൽ മതി. സെയിം സംഭവം ലെഫ്റ്റിന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് ടേബിൾ വന്ന്. ഇനി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇന്നർ ജോയിൻ ആയിരിക്കും.